പ്രിയപ്പെട്ട എൻ്റെ മലയാളി പ്രേക്ഷകരെ, ഈ ഞാൻ പറഞ്ഞ വാക്കുകൾ മുഴുവനും നിങ്ങൾ കേൾക്കണം. മൂക്കിന് താഴെ മീശയുണ്ടെങ്കിൽ ശക്തമായിട്ടും നിങ്ങൾക്കിതിന് പ്രതികരിക്കണം. ഞാൻ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ വാസ്തവമാണെന്ന് പറയുക, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക. നമുക്ക് ഇപ്പോൾ പ്രതികരിച്ചില്ല എങ്കിൽ പിന്നീട് പ്രതികരിക്കേണ്ടി വരികയില്ല. നമ്മുടെ മൂക്കിൻ്റെ അറ്റത്തോളം കത്തി കൊണ്ട് വെച്ചിരിക്കുന്ന കുറേ തലമുറകൾ, കഞ്ചാവും മയക്കുമരുന്നിൻ്റെ അടിമകളായിരിക്കുന്ന കുറേ നമ്മുടെ പെൺമക്കളെയും മക്കളെയും വെളിയിൽ വിടുവാൻ കഴിയാതെ വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിടേണ്ട കാലം സാഹചര്യം അടുത്തിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി പോരാടുവാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നേരിൻ്റെ ശബ്ദം. അരുൺ നെടുമങ്ങാട്. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. അനവധി മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ വന്നത്. ഞാൻ വരാത്തതിൻ്റെ കാരണം കൂടി പറയാം. എൻ്റെ അമ്മ എന്നെ വിട്ടു പിരിഞ്ഞിട്ട് ഇപ്പോൾ 18-20 ദിവസത്തോളമായി. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട എൻ്റെ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ വരാൻ കഴിയാവുന്നത്. എൻ്റെ അമ്മയുടെ മരണം തന്നെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് വാർദ്ധക്യത്തിൽ ആരും നോക്കാതെ, അവരെ സംരക്ഷിക്കാതെ ഇട്ട സാഹചര്യത്തിൽ നിന്ന് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ കൂടെ പാർപ്പിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് തീരെ അവശതയായി. അമ്മ നേരിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും, അമ്മയെ അടിച്ച് വരെ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞിട്ട് പോലും, അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ പോലും അതിൻ്റെ തെളിവുകൾ നിരത്തി ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് ആന്തരിക അവയവങ്ങൾക്ക് വളരെ ക്ഷതമേറ്റിട്ടുണ്ടെന്നും ശ്വാസകോശത്തിന് പോലും ക്ഷതമേറ്റിട്ടുണ്ടെന്ന് പോലും ഡോക്ടർമാർ റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് പോലും അത് പോലീസ് വേണ്ട നടപടി എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ മറിച്ചു കളഞ്ഞ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നത്. ന്യായമായ ഒരു നിയമം സംരക്ഷണം ഇന്ന് നമ്മുടെ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്നത് വാസ്തവം. കഴിഞ്ഞ ദിവസം കേൾക്കുവാനിട വന്ന വേറൊരു വിഷയം കൂടിയുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് ഇൻഷുറൻസും, അതുമാത്രമല്ല അവർക്ക് തൊഴിൽ അയൽക്കൂട്ടം പോലെ സംഘടനകൾ, കുടുംബശ്രീ പോലെയുള്ള സംഘടനകൾ അവരെയും ഉൾപ്പെടുത്താം, അവർക്ക് വേണ്ടി പ്രത്യേക സംഘടനകൾ രൂപീകരിക്കണം, അവരെ സംരക്ഷിക്കണം എന്നൊക്കെ കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ കേരളത്തെ മയക്കുമരുന്നിന് അടിമയാക്കിയതും ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഇന്ന് കേരളത്തിൽ വരുന്നതും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ രൂപത്തിലും ഭാവത്തിലുമാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെട്ട ഈ കൊച്ചു കേരളത്തെ ഇപ്പോൾ തീവ്രവാദികളുടെയും മയക്കുമരുന്നിൻ്റെയും ഒരു വലിയ സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുകയാണ് അത് നമ്മുടെ ഭരണ അധികാരികൾ. അത് ഏത് തല സർക്കാരായാലും ഇതിനെ ഞങ്ങൾക്ക് മലയാളികൾക്ക് വകവെച്ച് കൊടുക്കുവാൻ പറ്റുകയില്ല എന്ന് ഒരു കൂട്ടം ജനങ്ങൾ ഇതിനെതിരെ നിൽക്കുന്നു. എൻ്റെ ഒരു അപേക്ഷയാണ്. ഇന്ന് പല പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ നിയമനം അവർ വരികയാണെങ്കിൽ അവരെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കണം. അതാത് ജില്ലകളിലെ ജില്ലാ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരെ വ്യക്തമായി മനസ്സിലാക്കണമെന്ന് കൊറോണയ്ക്ക് മുമ്പ് ഒരു നിയമം വന്നിരുന്നു. പക്ഷേ അത് കാറ്റിൽ പറപ്പിച്ച് ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും അതുപോലെ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും കൊണ്ടുവരുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ നടക്കുന്ന വ്യഭിചാരങ്ങൾ ഇന്ന് കേരളത്തിൽ എല്ലായിടത്തെയും വ്യാപിച്ചു കൊണ്ടിരിക്കുക. അതിനെ ഒന്നും തടങ്കലിടുവാൻ, അതിനെ തടയുവാൻ കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാരിനോ ഒരു സംസ്ഥാന പോലീസ് മേധാവിക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ്. പെരുമ്പാവൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലാണോ അതോ അന്യ സംസ്ഥാനത്താണോ ഞാൻ നിൽക്കുന്നത് എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടക്കുന്നത്. പകൽ വെളിച്ചത്തിൽ പോലും മയക്കുമരുന്നുകൾ കച്ചവടം ചെയ്യുകയും വിൽക്കുകയും പാൻ മസാലകളൊക്കെയും റോഡ് സൈഡുകൾ കച്ചവടം ചെയ്തിട്ട് അതിനെ നിയന്ത്രിക്കുവാൻ ഇവിടുത്തെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ മായം കലർന്ന ഭക്ഷണങ്ങൾ ഇന്ന് കേരളത്തിൽ വിതരണം ചെയ്യുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ്. മലയാളികൾ വിഡ്ഢികൾ എന്ന് ഇതിനെക്കുറിച്ച് പൂർണ്ണമായും പറയുവാനാണ്. ഇന്നും മലയാളികൾ ഇന്ന് കേരളത്തിലില്ല. കേരളത്തിൽ ജീവിക്കുവാൻ കഴിയാതെ സ്വന്തം കുടുംബത്തിനെയും കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ. ഇന്ന് അടുത്തൊരു വീഡിയോയും കൂടി ഞാൻ കണ്ടു. വേറൊരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഇനി മദ്യം വാഹനങ്ങളിൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ അല്ലെങ്കിൽ ജംഗ്ഷനുകളിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യത്തക്ക രീതിയിലേക്ക് ഇന്ന് സർക്കാർ അധംപതിച്ചു പോയോ എന്ന ചോദ്യമാണ്. ഇനിയിപ്പം ബാറുകളിൽ മാത്രം അടിയടക്കുന്നത് കണ്ണിൽ കാണാൻ കഴിയുന്നത് മാത്രമല്ല, ഇനി പൊതുസമൂഹത്തിൽ പോലും നടക്കുവാൻ കഴിയാത്ത രീതിയിൽ, കുടുംബങ്ങൾക്ക് പോകുവാൻ കഴിയാത്ത രീതിയിൽ മദ്യം വാഹനങ്ങൾ കൊണ്ട് വിൽക്കുവാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിരിക്കുന്നത് വളരെ മ്ലേച്ഛകരമാണ്. ഒരു സൈഡിൽ മയക്കുമരുന്നിനും അടിമകളായി സ്വന്തം ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും തല്ലി കൊല്ലുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട സർക്കാർ, മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടേണ്ട സർക്കാർ, ഇന്ന് കേരളം ഏത് രീതിയിലേക്ക് അധംപതിച്ചു പോയിരിക്കുന്നു. അതിനെ ഒരു സർക്കാർ എന്ന് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമാകുന്നില്ല. പ്രതിപക്ഷത്തിലിരിക്കുന്ന സർക്കാരായാലും ഇന്ന് കേരളത്തിൽ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുണ്ടോ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലാതെ ഏതെങ്കിലും അണികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ, അണികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ടോ? വോട്ട് ചെയ്ത് ജയിപ്പിച്ച എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ഏതാവശ്യമാണ് ഇന്ന് സർക്കാർ നടത്തിത്തരുന്നത്? അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അല്ലാത്ത സർക്കാരായാലും ശരി, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിത്തല്ലിക്കുന്ന ഒരു അധംപതിച്ച ഒരു രാഷ്ട്രീയ മേഖലയാണ് ഇന്ന് കേരളമായി മാറിക്കൊണ്ടിരിക്കുക. തെറ്റിനെതിരെ സംസാരിക്കുന്നവനെ തല്ലിക്കൊല്ലുക, പരസ്യമായി വെട്ടിക്കൊല്ലുക, സ്ത്രീകൾക്ക് കുട്ടികൾക്ക് റോഡിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത രീതിയിൽ മ്ലേച്ഛമാകുന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു അന്ത്യം വേണ്ടായോ എന്ന എൻ്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്കുള്ളൂ. അതുമാത്രമല്ല, സാധാരണക്കാരന് ലഭിക്കേണ്ട ഒരു നന്മയും ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ട് കുറേ പേര് തങ്ങളുടെ വാടകയ്ക്ക് വേണ്ടി കെഞ്ചുന്നതും നിലവിളിക്കുന്നതും കണ്ടു. കുറേ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രോത്സാഹനത്തിന് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അവർക്ക് ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ, സ്വയം തൊഴിൽ ചെയ്യുവാൻ, ബിസിനസ് മേഖല ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാൻ സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. ഞങ്ങളുടെ ഈ ഏരിയയിൽ തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പേ ഇതേപോലെയുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഭവനങ്ങളിലും വീട്ടുകളിലും വന്ന് അവരുടെ ബിസിനസ് സ്ഥാപനത്തെ സഹായിക്കുവാൻ, ബിസിനസ് തുടങ്ങുവാൻ വാഗ്ദാനങ്ങൾ നൽകി ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് നാളിന്ന് വരെയായിട്ട് ഈ പാവം പിടിച്ച കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടില്ല. അവർ കയറി ഇറങ്ങി നടക്കുകയാണ്. ധനമെല്ലാത്തിനും ആവശ്യമാണ്. പക്ഷേ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മലയാളികളെ മറക്കരുത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിയന്ത്രണം രേഖപ്പെടുത്തണം. അവർക്ക് വേണ്ട നിയമ നടപടിയെടുക്കണം. ആക്രമിക്കുന്ന അവരുടെ കൂട്ടത്തിൽ എത്ര തീവ്രവാദികളുണ്ട് എന്ന് പോലും കറക്റ്റായ ഒരു കണക്കെടുക്കുവാൻ ഇന്നുവരെ കേരള സർക്കാരിനോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. മയക്കുമരുന്നിൻ്റെ ഉറവിടം തടയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ആക്രമണം നിർത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിഞ്ചു കുട്ടികൾ കാണാതെ പോകുന്നു, പിഞ്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നു. ഇതിലൊന്നും
നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നീതി നടപ്പാക്കുവാൻ ഇന്ന് കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസുകളും അതിനുവേണ്ടി തുനിയുന്നില്ല. പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കേരളത്തിൽ ചെയ്യാം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് കേരളം അധംപതിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുവാൻ ഭരണപക്ഷം സർക്കാർ മുന്നോട്ട് കടന്നു വരണം എന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ഓരോ ദിവസവും നശിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തെ വീണ്ടും നശിപ്പിക്കരുത്. പാവങ്ങൾ ജീവിക്കുവാൻ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്.